നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ കാറിന് പുറകിലേക്ക് ഇരുചക്ര വാഹനം ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കൂറ്റനാട് വലിയ പള്ളിക്കും വട്ടത്താണി സ്റ്റോപ്പിനും ഇടയിലായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതോടെ പുറകിൽ വരികയായിരുന്ന സ്കൂട്ടി ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായി തകർന്നു. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം പന്താവൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. തിരൂർ ആലത്തൂർ സ്വദേശികളായ 26 വയസ്സുള്ള ആഷിർ, 35 വയസ്സുള്ള മുസ്തഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ പന്താവൂർ പാലത്തിന് സമീപമായിരുന്നു അപകടം. തൃശൂരിൽ ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന തിരൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ചങ്ങരംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന ബൈക്കിൽ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കാരക്കുത്ത് കരുവാൻപടി റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. ഏറെക്കാലമായി തകർന്നടിഞ്ഞു കിടന്നിരുന്ന റോഡാണ് ഇപ്പോൾ ഗതാഗതയോഗ്യമാക്കിയിരിക്കുന്നത്. 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടത്തിയത്. 2 വർഷത്തിലേറെയായി തകർന്നു കിടന്നിരുന്ന കാരക്കൂത്ത് കരുവമ്പാടി റോഡിനാണ് ഒടുവിൽ ശാപമോശമായിരിക്കുന്നത്. റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ആദ്യഘട്ട റബ്ബറൈസിംഗ് പൂർത്തിയായി. 850 മീറ്റർ റോഡ് 2 കോടി 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിലാണ് റോഡ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചിരിക്കുന്നത്. ഓവുപാലങ്ങൾ, അഴുക്കുചാൽ, സംരക്ഷണ ഭിത്തികൾ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത്. 2 ദിവസത്തിനകം മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി മുതൽ കാരക്കുത്ത് വരെയും പള്ളിപ്പുറം മുതൽ കരുവാമ്പടി വരെയും റോഡ് നേരത്തെ നവീകരിച്ചതായിരുന്നു. അതേസമയം 850 മീറ്ററോളം വരുന്ന ഭാഗം തകർന്നു കിടന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. മഴക്കാലത്ത് വലിയ ദുരിതവും ഇവിടെ നേരിട്ടിരുന്നു. ഇതിനെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ റോഡ് നവീകരണം പൂർത്തിയാവുന്നത്. ചെറുതുരുത്തിയിൽ വാഹനാപകടം. വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ടോറസ് മുന്നിൽ വന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ആലപ്പുഴയിൽ നിന്നും ചെറുതുരുത്തിക്ക് മത്സ്യ മാർക്കറ്റിലേക്ക് വരികയായിരുന്ന വാഹനം പുറകിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഒറ്റപ്പാലത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് റബ്ബർ മരം കയറ്റി പോവുകയായിരുന്ന ലോറിയിലും ഇടിച്ചു. മീൻവാഹനത്തിലുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശികളായ ജീനാസ്, ഗിരീഷ് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് വാഹനത്തിലെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. എതിരെ വന്നിരുന്ന മരം കയറ്റിയ വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിൽ ഒഴുകി. ചെറുതുരുത്തി SI DS ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. SSLC മൂല്യനിർണ്ണയ ക്യാമ്പിന് ഇത്തവണ പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും വേദിയായി. ബയോളജി, മലയാളം സെക്കൻഡ് പേപ്പർ എന്നീ വിഷയങ്ങളിലെ മൂല്യനിർണ്ണയമാണ് ഇവിടെ നടക്കുന്നത്. 60,000-ഓളം ഉത്തര പേപ്പറുകളിലാണ് ഇവിടെ മൂല്യനിർണ്ണയം നടക്കുക. ആദ്യമായാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ SSLC മൂല്യനിർണ്ണയ ക്യാമ്പിന് വേദിയാവുന്നത്. ബയോളജി, മലയാളം സെക്കൻഡ് പേപ്പർ എന്നിവയിലാണ് ഇവിടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. 120ഓളം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയം. ഇതിനു പുറമെ 12ഓളം ചീഫുമാരുടെ സേവനവുമുണ്ട്.
ഇരു വിഷയങ്ങളിലുമായി 60,000-ഓളം ഉത്തര പേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഒരു ദിവസം ഒരു അധ്യാപകൻ 36 പേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടത്തുക. രാവിലെ 9:30 ആരംഭിക്കുന്ന ക്യാമ്പ് 4:30 വരെ നീണ്ടുനിൽക്കും. 14 ദിവസം നീണ്ടുനിൽക്കുന്ന മൂല്യനിർണ്ണയം ഏപ്രിൽ 20 സമാപിക്കും. ആവശ്യമുള്ള അധ്യാപകർക്ക് താമസ സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്യാമ്പ് ഓഫീസർ നാരായണൻ പറഞ്ഞു. 10ാം ക്ലാസ്സിൻ്റെ SSLC ഒരു കേന്ദ്രീകൃത വാല്യുവേഷൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സെൻറ്ററിൽ നടക്കുന്നത്. നമുക്ക് 2 വിഷയങ്ങൾ, അതായത് മലയാളം സെക്കൻഡ്, ബയോളജി എന്നീ വിഷയങ്ങളുടെ വാല്യുവേഷൻ ക്യാമ്പാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിൽ ഏകദേശം 30,000-ഓളം പേപ്പർ 2 വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ പേപ്പറുകൾ, ഇത്രയും പേപ്പറുകൾ മൂല്യനിർണ്ണയം ചെയ്യുന്നതിനായിട്ട് നമുക്ക് 60 വീതം അധ്യാപകരെയാണ് ആവശ്യം. അത് നമുക്ക് ആയിട്ടുണ്ട്. ഇന്നത്തോടുകൂടി ഏകദേശം എല്ലാ ആവശ്യത്തിനുള്ള ആളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാമ്പിലേക്ക് 60 അസിസ്റ്റൻ്റ് എക്സാമിനർമാർക്ക് പുറമെ 6 ചീഫുമാരും ഈ 2 വിഷയങ്ങളൊക്കെ ഉണ്ട്. 10 പേർക്ക് ഒരു ചീഫ് എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 3-ാം തീയതി, അതായത് ഇന്നലെ വാല്യുവേഷൻ ആരംഭിച്ച് ഏപ്രിൽ 20 അവസാനിക്കുന്ന രീതിയിൽ 14 ദിവസമായിട്ടാണ് ഈ വാല്യുവേഷൻ ക്യാമ്പ് നടക്കുന്നത്. ഏപ്രിൽ 20-ാം തീയതി കൃത്യം നമുക്കിത് തീർക്കാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയിരുന്നു. ഇവിടെ വാല്യുവേഷൻ ക്യാമ്പ് അനുവദിച്ചത് മുതൽക്ക് തന്നെ നമ്മളതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കൃത്യമായിട്ട് ഇത് നമുക്ക് സമയബന്ധിതമായിട്ട് നടത്തി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. പട്ടാമ്പിയിൽ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നാളെ സമാപിക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് പരിശീലനം നൽകുന്നത്. പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്കുള്ള പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 4 ദിവസങ്ങളിലായി നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, വോട്ടർമാർ ഹാജരാക്കേണ്ട രേഖകൾ, അവയുടെ പരിശോധന, തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സായ VP സെയ്ദ് മുഹമ്മദ്, K രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഇവിടെ നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെമിനാർ ഹാളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു നേരം 60 വീതം പേർക്കാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 നേരമുണ്ട്. ഇത് 2ാം തീയതി തുടങ്ങിയ പ്രോസസ്സാണ്. 5ാം തീയതിയോടെ 1ാം ഘട്ടം അവസാനിക്കും. 1ാം ഘട്ടം അവസാനിച്ച് പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം, സെക്കൻഡ് റാൻഡമൈസേഷന് ശേഷം വീണ്ടും 2ാം ഘട്ട ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ അത് ഇതിലും കൂടുതൽ നീളുന്നൊരു പ്രോസസ്സായിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതേസമയത്ത് അടുത്ത സെഷൻ വരുമ്പോൾ ഫസ്റ്റ് പോളിംഗും സെക്കൻഡ് പോളിംഗും തേർഡ് പോളിംഗും പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാവർക്കുമുള്ള ട്രെയിനിങ് ആയിരിക്കും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇലക്ഷൻ സമ്പ്രദായം നടപ്പിലാക്കുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ കോളേജ് ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമായാണ് പരിശീലനം നടക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകുന്നുണ്ട്. മണ്ഡലം തല മാസ്റ്റർ ട്രെയിനർമാരായ O പ്രകാശൻ, MS ശ്രീലക്ഷ്മി, A റുക്കിയ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 2 ഘട്ടങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. ഇനി നവമാധ്യമ കാഴ്ച. ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ ഇന്ന് ഫോണിൽ അഡിക്റ്റഡ് ആണ്. എന്തിനും ഏതിനും കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്ത് ശീലമാക്കുന്നതിന്റെ ഉത്തരവാദികൾ പാരന്റ്സ് തന്നെയാണ്. ഒടുവിൽ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കും മുൻപിൽ രക്ഷിതാക്കൾക്ക് വീണ്ടും നിന്നുകൊടുക്കേണ്ടി വരികയും ചെയ്യും. വർഗീസ് നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.